ഹലോ, ഞങ്ങൾ ഇന്ന് കൊച്ചിയിലേക്ക് ഒരു ഡ്രൈവ് പോവാണ് കേട്ടോ. ചുമ്മാ ഡ്രൈവ് പോകുന്നതല്ല കേട്ടോ. എൻ്റെ നാത്തൂൻ വരുന്നുണ്ട്. സോ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവർ ഖത്തറിൽ നിന്നാണ് വരുന്നത്. അവർ വന്നിട്ട് ഒരു 6 months ആയി. കൊച്ചി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ മിസ്സാക്കാൻ പറ്റാത്ത ഒരു പ്ലേസാണ് ഇത്, ഈ ടണൽ. ഇച്ചൂസിൻ്റെ വിചാരം ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തൊരു വലിയ ഗുഹേൻ്റെ ഉള്ളിൽ കയറിയ പോലെയാണ് അവൾ ഇതിൻ്റെ ഉള്ളിൽ കയറി മുതൽ ഫുൾ എക്സൈറ്റഡ് ആയിരിക്കും. എന്താണ് ഇച്ചൂസ് അടിപൊളി? എന്താണത്? ഇച്ചൂസ് ഒരു നാരങ്ങ മുട്ടായി കഴിച്ചതിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറഞ്ഞത്. അവൾക്ക് ഇപ്പം എന്ത് കഴിച്ചാലും ഗൈസിനോട് പറഞ്ഞില്ലെങ്കിൽ അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് അവള് ഫ്രണ്ടിലോട്ട് നോക്കി എന്തൊക്കെയോ ചെയ്യണ്ടായിരുന്നു. ഹോട്ടലാ? എന്തിനാ ഹോട്ടല്? എന്താ മുത്ത കേട്ടില്ല. ഡേഞ്ചറാണോ? എന്തിന്? ഇച്ചൂസ് ഹോട്ടലിൽ നോക്കാന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ അവളെന്തോ ഡേഞ്ചർ ആണെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താന്ന് എനിക്കും ക്ലിയർ ആയൊന്നുമില്ല കേട്ടോ. ഒരു 2.5 മണിക്കൂർ ട്രാവലിന് ശേഷം ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലേക്ക് എത്തി. ഇച്ചൂസിനാണെങ്കിൽ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ അവളുടെ അനിയത്തിനെ കാണാൻ. എൻ്റെ ചേച്ചിക്കൊരു വാവയും കൂടിയുണ്ട്. അവൾ ആക്ച്വലി ഇവിടുന്ന് പോകുമ്പോൾ നടക്കാനൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആൾ നടക്കാനൊക്കെ തുടങ്ങി. സോ അവളിനെ കാണാൻ വേണ്ടിയിട്ട് അവൾ നല്ല എക്സൈറ്റഡ് ആണ്. അതുപോലെ ഞങ്ങളും. ഇവർ രണ്ടുപേരും എങ്ങനെ ബിഹേവ് ചെയ്യുന്നില്ല ടെൻഷനിലാണ്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് കുറേ നേരമായി. അവരവിടെ എത്തിയിട്ടില്ല. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങളൊന്ന് എയർപോർട്ടൊക്കെ കറങ്ങി വന്നു. എന്നിട്ടും സമയമായില്ല. അപ്പോഴത്തേക്കും ഇച്ചൂസിനും അവളുടെ അച്ഛനും മതിയായി. രണ്ടുപേരും പിന്നെയും കാറിൽ പോയിരുന്നു. ഫുൾ അടിയായിരുന്നു. ഒരാപ്പിളും ഉണ്ട്, രണ്ടാളും ആയ ആപ്പിളിന് വേണ്ടി അടിയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ആയ അടി ഒത്തുതീർപ്പാക്കി രണ്ടാളും ഷെയർ ചെയ്ത് കഴിക്കണ്ടായിരുന്നു. ആപ്പിളൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഫ്രണ്ടിലേക്ക് പോയി. ഇച്ചൂസിന് പിന്നെ എവിടെ പോയാലും അവളുടെ അമ്മ തന്നെ അവളിനെ എടുക്കണം. അതിനുള്ള ചെറിയൊരു വഴക്കാണ് കേട്ടോ കാണുന്നത്. അവളുടെ അച്ഛൻ എടുക്കാന്ന് പറഞ്ഞിട്ട് അവള് സമ്മതിക്കുന്നേ ഇല്ല. ഞാൻ തന്നെ എടുക്കണം എന്നാണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്? എന്നോട് വായോ. ഇച്ചൂസ് അവര് വരുന്നത് നോക്കി അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. കുറേ നേരം പാവം അങ്ങനെ തന്നെ നിന്നു. ആക്ച്വലി അവൾക്ക് മതിയായി. പക്ഷെ ലച്ചു വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് അവൾ ഇത്ര ക്ഷമയോടെ കാത്തു നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഇച്ചൂസ് ഇത്ര പേഷ്യൻസോടെ ഒരാളിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അവളുടെ അനിയത്തിനെ കാണാനുള്ള ത്രില്ലിലാണ്. അതുകൊണ്ടാണ് ആൾ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നത്. ഇച്ചൂസിൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല, സോ എനിക്ക് അവൻ്റെ എൻട്രി വീഡിയോ നല്ലപോലെ എടുത്തു തരണേ. ആൾ ഇതുപോലെ നല്ല രീതിക്ക് ആ വീഡിയോ എടുത്തു തന്നു. പിന്നെ ഞാൻ കുറച്ച് സൂമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നും നടന്നില്ല. ലച്ചു നല്ല ഉറക്കമായിരുന്നു. സോ അവൻ്റെ റിയാക്ഷൻ എന്താണെന്നൊന്നും കാണാനേ പറ്റിയില്ല. ലച്ചുവിന് നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവൾ നല്ല ഉറക്കമാണ്. ഫ്ലൈറ്റിലേക്ക് കയറിയത് ഉറങ്ങിയതാണ്. പിന്നെ മെല്ലെ കാറിലൊക്കെ കയറിയ ശേഷമാണ് ആളൊന്ന് എണീറ്റത്. പക്ഷെ ആളത്ര ആക്റ്റീവ് ഒന്നും ആയില്ല. എന്നാലും ആള് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇച്ചൂസിനെ കണ്ടപ്പോൾ ഇവർക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് കണ്ടിട്ടുള്ള പരിചയമുണ്ട്. സോ അവൾക്ക് പെട്ടെന്ന് ആളിന് മനസ്സിലാവുകയൊക്കെ ചെയ്തു. ലച്ചൂസിന്റെ ടർക്കി ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ലച്ചൂസ് വേഗം എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു വെച്ചിട്ടോ. അവളങ്ങനെ വേഗമൊന്നും അവളുടെ സാധനങ്ങൾ വേറൊരാൾക്കും കൊടുക്കില്ല. ഞാൻ ലച്ചൂസിനെ എടുത്തപ്പോൾ ഇച്ചൂസിന് ചെറിയ കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എന്തൊക്കെയോ അവള് കാണിക്കണ്ടായിരുന്നു. അവൾ കുറെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്കെല്ലാവരും നല്ലപോലെ വിശക്കാൻ തുടങ്ങി. അവരും ഫ്ലൈറ്റിൽ നിന്നൊന്നും കഴിച്ചില്ല. ഞങ്ങളും അതേപോലെ തന്നെ മോർണിംഗ് ഇറങ്ങിയപ്പോൾ ഒന്നും കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് വേഗം വന്നതാണ്. ഞങ്ങൾ ലേറ്റ് ആയൊന്നും ഇല്ല കേട്ടോ, നേരത്തെ എത്തിയിരുന്നു.
പിന്നെ ഈ ഹോട്ടലിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. ഞങ്ങൾ എന്തായാലും ഒരു ഹോട്ടലിൽ കയറി. അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ബോർഡിൽ ഇന്നത്തെ സ്പെഷ്യലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്മീൻ, മാങ്ങ കറി, ചെമ്മീൻ ഉലർത്തിയത്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതിനുള്ളിൽ കയറിയപ്പോൾ അതിൻ്റെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. അവർക്ക് ജസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ട് കുറച്ച് ബൈക്ക്, സ്കൂട്ടി കാര്യങ്ങൾ അങ്ങനെ കുറച്ചൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തന്നെ ആയിരുന്നു. പക്ഷെ ഫുഡ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇച്ചൂസും പിന്നെ ആ സ്കൂട്ടറിൽ കയറി കളിക്കാൻ തുടങ്ങിയ ആൾക്കാണെങ്കിൽ നല്ല പോലെ അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആൾക്ക് ഒന്നാമത് ആ ഗ്രീൻ കളറിനോട് നല്ല താല്പര്യമാണ്. അവരവിടെ മൊത്തം ഒരു തീം സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളറായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇച്ചൂസ് ഫസ്റ്റ് വന്നത് തന്നെ അവൾ സെർവ് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല പോലെ അത് ഇഷ്ടപ്പെട്ടു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഹോട്ടലിൽ പോയിട്ട് ഇങ്ങനെ ഒരു ബിരിയാണി കഴിക്കുന്നത്. എനിക്ക് എന്തായാലും പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടു. ഇനി ഇച്ചൂസ് എന്താ പറയാന്ന് നോക്കാട്ടോ. പിന്നെ ഞങ്ങളൊരു ചെമ്മീൻ സെമി ഫ്രൈയും കൂന്തൽ സെമി ഫ്രൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. രണ്ട് പിള്ളേരും എങ്ങനെ സെറ്റ് ആവുന്ന നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവര് നല്ല അടിപൊളിയായിരുന്നു. ഹോട്ടലിലേക്കൊക്കെ പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ലെമൺ ജ്യൂസ് നിർബന്ധമാണ് കേട്ടോ. വീട്ടിലാണെങ്കിൽ അങ്ങനെ വലിയ നിർബന്ധമൊന്നും ഇല്ല. പക്ഷെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഒരു ജ്യൂസ് എന്തായാലും മസ്റ്റായിട്ട് വാങ്ങിയിരിക്കും കേട്ടോ. ചേച്ചി ലൈം സോഡ സോൾട്ട് മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. അത് ലച്ചുവിന് കൊടുത്തപ്പോൾ ലച്ചുവിന് തീരെ ഇഷ്ടം. എനിക്കും ഈ ജ്യൂസിനും കൂടി ഒരു ജ്യൂസേ വാങ്ങിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിച്ചു. അത് ഷെയറിംഗ് ഒക്കെ പോയി പിന്നെ ലാസ്റ്റ് അടി ആയിട്ടോ. ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാലും മിച്ചൂസ് ആ ഗ്ലാസ്സിനെ പോലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആള് പിന്നെയും അത് വലിച്ച് കുടിക്കാൻ നോക്കുന്നത്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിയിട്ട് മിച്ചൂസ് അവിടെ നിന്ന് വരുന്നില്ല. ഇച്ചൂസിന് ഇത്രയും ഫുഡ് കഴിച്ചിട്ടും ആൾക്ക് പിന്നെയും വിശക്കണമെന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ ആ ഷോപ്പിലുണ്ടായിരുന്ന ഒരു ഐസ്ക്രീം കണ്ടിട്ടാണ് അവൾ ഇങ്ങനെ വിശക്കണമെന്ന് പറഞ്ഞത്. പിന്നെ അത് വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം കാറിൽ കയറി വീട്ടിലേക്ക് പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോഴാണ് ഇച്ചൂസ് പറയുന്നത് ലച്ചൂസിന് എന്തോ സർപ്രൈസ് ഉണ്ടെന്ന്. എന്താ ലച്ചൂസിന് എന്ത് വേണം? ഷെയർ ചെയ്ത് കഴിക്കുക. ചേച്ചിന്റെ കയ്യിൽ നോക്ക്, ചോക്ലേറ്റ് ആണ്. നിനക്ക് വേണോ? ചേച്ചി കുമ്മ കൊടുക്ക, അപ്പൊ തരും. നേരെ കൊടുക്ക്. കിട്ടിയില്ല എത്ര ഓട്ടോടാൻ പാടില്ല. ലച്ചുവിന്റെ അമ്മേനെ ആരും തൊടുന്നത് അവൾക്ക് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാനൊന്ന് തൊട്ടു നോക്കി. പക്ഷെ അവള് വലുതായിട്ടൊന്നും റിയാക്ട് ചെയ്തില്ല. അമ്മയ്യാ അവള് തരില്ലടാ. നിന്റെ അടുത്ത് ആര് കൊടുക്കാൻ പറഞ്ഞ? ചേച്ചി അത് തുറന്നു തരും. വെരി ഗുഡ്. കിൻഡർ ജോയ് ആയിരുന്നു ഇച്ചുവിന്റെ സർപ്രൈസ്. അത് ലച്ചുവിന് കൊടുത്തു. പക്ഷെ ഇച്ചൂസ് ഷെയർ ചെയ്ത് കഴിക്കാന്നാ വിചാരിച്ചത്. പക്ഷെ ലച്ചു ആള് കൊടുക്കുന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ ലച്ചുവും കൊടുത്തു കേട്ടാ. നല്ല ബ്ലോക്കായിരുന്നു കുറേ നേരത്തെ. പിന്നെ ഇവയ്ക്ക് രണ്ടുപേർക്കും നല്ല സ്നേഹമായിരുന്നു. രണ്ടുപേരും ഹഗ് ചെയ്തും ഉമ്മയൊക്കെ കൊടുത്ത് നല്ല എൻജോയ് ചെയ്തായിരുന്നു രണ്ടുപേരും കാറിൽ വന്നത്. എത്ര കാലം ഇങ്ങനെ അടിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന അറിയില്ല കേട്ടോ. എന്തായാലും രണ്ടുപേരും ഹാപ്പി. അവിടെ കിടക്കുന്നു ബാബു. ബാബു പണ്ണുണ്ടാ സൂപ്പറാ. നിന്നെ ഇഷ്ടപ്പെട്ടു. നിക്ക് അവള് ഹഗ് ചെയ്യണ. ലച്ചുവിന്റെ അടുത്ത് ഉറങ്ങാൻ പറയണേ. അവിടെ നോക്ക്.
പറയിച്ചു ലച്ചു എന്തൊക്കെയോ അവളുടെ ഭാഷയിൽ ഇച്ചൂസിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇച്ചൂസിനൊന്നും മനസ്സിലായില്ല. എന്നാലും ഇച്ചൂസ് മനസ്സിലായ പോലെയാണ് ആള് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. വേറെ എവിടെയും നിർത്തിയൊന്നുമില്ല. ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു ഫുഡ് കഴിക്കാൻ ഇറങ്ങിയോട്ടെ. ഞങ്ങൾ ഫസ്റ്റ് പോയത് അബിയേട്ടൻ്റെ വീട്ടിലായിരുന്നു. അവളുടെ അച്ഛമ്മേനെയും അച്ഛച്ചനെയൊക്കെ കണ്ടപ്പോൾ ലച്ചൂസ് ഫുൾ ഹാപ്പി ആയിരുന്നു. ഓ അവേ നല്ല പരിചയല്ലേ. നീ കൊള്ളാലോ, ഇത്ര നേരം നീ വന്നില്ല. അയ്യോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോയി. നല്ല മഴയായിരുന്നു കേട്ടോ പോകുമ്പോൾ. നൈറ്റ് ആകുമ്പോഴത്തേക്കും ചേച്ചിയും ഏട്ടനും എല്ലാവരും കൂടി വന്നു. ഇപ്പോഴും ലച്ചു ഉറങ്ങായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവളുടെ റിയാക്ഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇച്ചൂസിന്റെ അമ്മ ഇച്ചൂസിനെ കുറച്ച് ടോയ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചൂസിന് കൊടുക്കാതെ ഞങ്ങളായിരുന്നു അത് ഫസ്റ്റ് എടുത്ത് കളിക്കുന്നത്. കുട്ടിക്ക് കൊടുക്കാതെ അച്ഛനും അമ്മയും കൂടെ കളിപ്പാട്ടത്തിന് വേണ്ടി അടി. ഇവരറിയോ? വിടോ. പിന്നെ കുറച്ച് ടൈം ഞങ്ങൾ എല്ലാവരും കൂടി കളിച്ച് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.